കുതിരകളുടെ സംസ്ഥാന സമ്മേളനം കാണിച്ചതാ. എത്ര കുതിരകളുണ്ട് അവിടെ നോക്കി, അവിടെയൊക്കെ കുതിരകളാണ്. ഇത് ഈ പഹൽഗാമിലേക്ക് വന്ന സഞ്ചാരികൾ വന്ന കുതിരകളാണ്. ഇപ്പോൾ ഇതാ കുതിരകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സഞ്ചാരികൾക്ക് അവരെ വന്ന കുതിരകൾ അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞവരെ ഇറങ്ങും. നോക്കും, കുതിരകളാണ് ഇവിടേക്ക് വരാനുള്ള മെയിൻ ഇതെന്ന് പറയുന്നത്. കുതിരകൾ അങ്ങനെ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ പോവാം. എന്നാ പോവാ. അപ്പോൾ ഞങ്ങൾ ഈ വഴി കൂടെ തിരിച്ചിറങ്ങുകയാണ്. അവർ നമ്മൾ വാക്ക് ചെയ്താണ് നല്ലതെന്ന് പറഞ്ഞല്ലേ. നേരത്തെ ഒരു കുതിര മുട്ട് കുത്തി വീണടാ. അപ്പം തന്നെ എനിക്ക് ഇങ്ങനെ നടത്തിച്ച് അല്ലടാ. അതിൻ്റെ മുകളിൽ ഹെവി ലോഡല്ലേ ശരിക്കും. അങ്ങനെ ഇവർ കുതിരകളെ സെലക്ട് ചെയ്യുമ്പോൾ എന്താ അറിയോ, അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള കുതിരേൻ്റെ മുകളിലാണ് ഹെവിയുള്ള ആൾക്കാർ ഇരിക്കുന്നത്. ചെറിയ കുട്ടികളൊക്കെ ചെറിയ കുതിരേൻ്റെ മുകളിൽ. അതെ, ഈ സൈഡിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ കുറേ ആൾക്കാർ അങ്ങനെ നടന്നു പോകുന്നത്, അത് അങ്ങോട്ടാണ്. ഇതൊക്കെയാണ് ഇതാ ഇതിൽ കൂടി ഞങ്ങൾ നടന്നത്. കുത്തനുള്ള ഇറക്കാണ്. അപ്പോൾ ഒരു 1.5 ഇറക്കാണിത്. എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടാവും? 3 കിലോമീറ്ററാണ്. പക്ഷെ അവിടുന്ന് പറഞ്ഞത് 8 കിലോമീറ്റർ എന്നാട്ടോ. കുതിരക്കാർ പറഞ്ഞത് 8 കിലോമീറ്റർ നിങ്ങൾക്ക് നടക്കാണ്ടെന്നാണ്. ഞങ്ങൾ 3 കിലോമീറ്ററിന് എത്തി. ആ ഒരു ഇത് കേട്ടാണ് ഞങ്ങൾ കൂടുതലുള്ള ആൾക്കാർ 8 കിലോമീറ്റർ നടക്കേണ്ടി വരുമല്ലോ എന്നുള്ളതിലാണ് അവർ പേടിച്ചിട്ട് പിന്മാറിയത്. പക്ഷേ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്ന വഴിക്കൊരു സ്ത്രീയെ കണ്ടു. അപ്പോൾ സ്ത്രീ പറഞ്ഞു 10 മിനിറ്റ് കൂടി യാത്ര ചെയ്താൽ എത്താമെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിനെ ചൂസ് ചെയ്തു. പക്ഷേ ശരിക്ക് കുതിരപ്പുറത്ത് വരാതെ ഞങ്ങൾ തന്നെ ഒരു ട്രക്കിങ് പോലെ ആസ്വദിച്ച് വന്നൊരു യാത്ര ആയതുകൊണ്ട് ഞങ്ങൾ അഭിമാനിക്കുന്നുണ്ട്. ഇവർക്ക് വരുന്ന ആളുകൾക്ക് ഈ കുതിരപ്പുറത്തൊന്നും വരണമെന്നില്ല. കുറച്ച് ചെറിയൊരിതുണ്ടാവും. കാരണം കയ്യിൽ വെള്ളം കരുതി കഴിഞ്ഞാൽ പ്രശ്നമില്ല. കാരണം നമ്മളിങ്ങനെ സിപ്പ് ചെയ്ത് കുടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഓക്സിജൻ ലെവലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഇറക്കം എന്ന് പറഞ്ഞത് കുറച്ചും കൂടി ഭയങ്കര സ്പീഡാണ്. ഞങ്ങളിപ്പോൾ ഇത്രത്തോളം ഇറങ്ങിയത്. ഇറങ്ങുമ്പോൾ നോക്കണം, നല്ല ഗ്രിപ്പുള്ള ഷൂ ഇടണം. തേക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് 2023 നവംബർ 14-നാണ്. ഇനി സഞ്ചാരികൾ ഒരുപാടുണ്ട് ഇവിടെ. ഒരുപാട് മലയാളികളെ കണ്ടു. വളരെ സന്തോഷം തോന്നി യാത്ര. ഫസ്റ്റ് ഞങ്ങളുടെ ജമ്മു കാശ്മീരിൽ എത്തിയ ശേഷം ഫസ്റ്റ് ഡേ ആണ് സഞ്ചാരത്തിൻ്റെ പഹൽഗാമിലേക്ക് വന്നത്. പഹൽഗാമിലെ ഈ ഒരു സംഗതി മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ്. കാരണം നമ്മളിതൊക്കെ വൺ ടൈം വാച്ചബിളാണ് ലൈഫിൽ ഈ സ്ഥലങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ പോലും എനിക്ക് നല്ല എനർജി ഉണ്ട്. കാരണം ഞാൻ നേരത്തെ ഇങ്ങോട്ട് കുന്ന് കയറി വന്നപ്പോൾ ഇങ്ങനെയല്ലേന്ന്. കാരണം ഞാൻ പതുക്കെയായിരുന്നു. നിങ്ങളുടെ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. വളരെ പതുക്കെയാണ് വന്നത്. ഞങ്ങളതിന് ഇവരെ ഫോളോ ചെയ്തിട്ട്, ഇവർ ഇവിടുത്തെ നേറ്റീവ്സാണ്, ഇവിടുത്തെ ലോക്കൽസാണ്. അപ്പോൾ ഇവർ മിക്കവാറും ഇവിടെ 2 പേരുടെ പോകുന്നു. ഇവർ മിക്കവാറും മാർക്കറ്റിലേക്കാവും പോരുന്നത്. അപ്പോൾ അവരെ ഫോളോ ചെയ്ത് കണ്ട് പോകാനുള്ള പരിപാടിയാണ്. Oh, we are following you. We don't know the way. അപ്പോൾ ഇവർ മാർക്കറ്റിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവരെ ഫോളോ ചെയ്താണ്ട് എത്തിക്കോളാം. ഞങ്ങളെ സഹയാത്രികർ ഇപ്പോൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളെ സഹയാത്രികർ ഇപ്പോൾ കാശ്മീരിൽ വന്നൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോസ്റ്റ് പെയ്ഡ് സിമ്മ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രീപെയ്ഡ് സിമ്മ് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തനക്ക് പോസ്റ്റ് പെയ്ഡ് സിമ്മുണ്ട്. അവൻ്റെ സിമ്മ് വെച്ചിട്ടാണ് നമ്മളെല്ലാവരും കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുന്നത്. അപ്പോൾ അവൻ്റെ സിമ്മ് അവനിപ്പോൾ ഞങ്ങളെ കൂടെ ഉണ്ട്. പക്ഷേ അവരെവിടെയാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഇനി അവരെ ഇതാക്കണം. ചിലപ്പോൾ അവർ വണ്ടിക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടാവും. അവിടെ മാർക്കറ്റ് പരിസരത്ത് അവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ആയിരക്കണക്കിന് പേര് ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ അതിന് അവരെ കണ്ടെത്തണം. പോകുന്ന വഴിക്ക് അവരെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതാക്കും. ഇറക്കം ശരിക്കും നല്ല സിമ്പിളാണ്. കാരണം ഞാൻ ഇപ്പോൾ ശരിക്കും നല്ല എനർജിയായി എന്ന് പറയാം. പോകുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു. കാരണം വളരെ ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ പോയിരുന്നത്. അപ്പോൾ ശരിക്കും മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അന്തരീക്ഷം, ഈ തണുത്ത അന്തരീക്ഷം, ഇതിപ്പോൾ നമുക്കിപ്പോൾ വ്ളോഗിൽ ഇപ്പോൾ എങ്ങനെ പറയാമെന്നറിയില്ല. ഈ ഒരു തണുത്ത അന്തരീക്ഷം ഇങ്ങനെ ഇതിൽ എക്സ്പ്ലോർ ചെയ്ത് പോകുക എന്നുള്ളത് ചില്ലറ പരിപാടിയില്ല. നല്ല അടിപൊളി എക്സ്പീരിയൻസാണ്. എടാ പൊളിയല്ലേ യാത്ര?
ഇവനോട് പറഞ്ഞിരുന്നു ഇറങ്ങുമ്പോൾ അതിനെക്കാട്ടി സുഖമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇറങ്ങുമ്പോൾ കുത്തനെയുള്ള, പക്ഷേ ഇറങ്ങുമ്പോൾ അവിടുന്ന് കശ്മീരികളെ പരിചയപ്പെട്ടപ്പോൾ അവർ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടോ, എന്തോ ഭാഗ്യമുണ്ട് നമുക്ക്, അവർ കറക്റ്റ് വഴി പറഞ്ഞു, പെട്ടെന്ന് മാർക്കറ്റിലേക്ക് പോകാനുള്ള എളുപ്പ വഴി പറഞ്ഞു. മറ്റേത് ഞങ്ങൾ വന്നത് മുഴുവൻ കുതിരകളുടെമായി പോകുന്ന ആളുകൾ എങ്ങനെ പോകുന്നു എന്ന് നോക്കിയിട്ടായിരുന്നു. ഇവിടെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുതിരകൾ വന്നിട്ട് അവരുടെ ചാണകവും പിന്നെ ഈ വെള്ളം ചവിട്ടി ചളിയും ആകെ നനഞ്ഞ ഒരു പ്രദേശമാണ്. ഇവിടെ നല്ല ഹാർഡാണ്. നോക്കണേ, ഏതാ വഴി? പഹൽഗാം. അടിപൊളി. എൻ്റെ ഫോണിൽ ഇനി 18 മിനിറ്റ് റെക്കോർഡ് ചെയ്യാനുള്ള മെമ്മറി ഉള്ളൂ. ഞങ്ങൾ എന്നുവെച്ചാൽ കയ്യിൽ വെള്ളം, ജാക്കറ്റ്, ഷൂ, ഒരുപാട് സാധനങ്ങൾ, ശരീരത്തിൽ കനം കൂടിയ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ടാണ്. ഇവിടെ കുറച്ച് സ്പ്ലനറികൾ കണ്ട അരുവി ഒഴിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാവും. നോക്കട്ടെ. ഹലോ, 2 കുതിരകൾ വരുന്നുണ്ട്. മോനെ, അവർ ഇതിൽ കൂടെ കുതിരനെ കൊണ്ടുപോകണം. ഏത് സൈഡിലും കുതിര കയറിട്ടോ. അവർ പോകുന്ന നോക്കണേ കുതിരനായിട്ട്. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചിട്ടാ എങ്ങനെയുണ്ട്? പൊളിയല്ലേ മോനെ? തണുത്ത വെള്ളമായിരിക്കുന്നത്. പൊളി. ശരിക്ക് പഹൽഗാം അല്ല രസം. പഹൽഗാമിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന വഴിയാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആടാ. അതാണ് നമ്മളെ പുറകിൽ 2 കപ്പിൾസ് ഉണ്ട്. ഒരു ഹിന്ദിക്കാരാണ്. അവരിതുപോലെ നമ്മളെ പോലെ നടന്നു വന്നാണ്. നമ്മളെ മുമ്പ് പോയ നമ്മൾ ഫോളോ ചെയ്ത ലോക്കൽസ് ഒക്കെ ആണ്. എത്ര മുമ്പ് ചേച്ചി അപ്പോ സന്തോഷ വാർത്ത പങ്കുവെക്കാണ്. കോൺഗ്രസിന്റെ മണ്ഡല ഇലക്ഷനിൽ ഷെഫീഖ് വിജയിച്ചിരിക്കുകയാണ്. ഞങ്ങളെ സഹയാത്രികനായ ഷെഫീഖ് ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത സന്തോഷ വാർത്തയാണ് ഇപ്പോൾ കാശ്മീരിൽ നിന്നും ഞങ്ങൾ അറിയുന്നത്. എത്ര വോട്ടുണ്ട്? ഇവിടെ എന്തൊക്കെയോ സെറ്റിൽമെന്റ് പരിപാടി ഉണ്ട് കേട്ടോ അല്ലേ? ഞങ്ങളങ്ങനെ നടക്കാണ്. ഇവരിതാ കുതിരപ്പുറത്ത് പോകുന്നു. ഞങ്ങളിതാ ഈ വഴിയിലും. മോനെ, ഗ്ലാസ് അവൻ്റെ അടുത്താണ്. ആശിക ഗ്ലാസ് എടുത്തില്ലേ? അവരെടുക്ക പോയതാ മറ്റേ അങ്ങനെ വേണ്ടി. ദുർഘടമായ വഴികൾ താണ്ടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. വാവ്.
എൻ്റെ മോനെ, ഇതൊക്കെ ജീവിതത്തിൽ കണ്ടില്ല എങ്കിൽ എന്ത് നഷ്ടമാണ്. അതായത് നമ്മൾ പോയ വേറൊരു കുതിരകളുടെ വഴിയാണ്. വേറൊരു ടീം കുതിരകളെ തിരിച്ചിറങ്ങുന്നത്. ശരി, കുതിരകളാട്ടി വേറെ തന്നെ നമ്മൾ ഇറങ്ങുന്നുണ്ടാ. വേറെ കാര്യം, കയറാനാണ് കുതിരകൾ ഫസ്റ്റ്, ഇറങ്ങുമ്പോൾ മനുഷ്യന്മാരാണ് ഫസ്റ്റ്. നമ്മളിങ്ങനെ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വരുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അയ്യോ, ഇവിടെ വലിയൊരു കൂട്ടം സഞ്ചാരികളാണ് കുതിരപ്പുറത്ത് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ഈ കുതിരപ്പുറത്ത് വരാതെ നടന്നു വരാൻ പറ്റിയ, അതായത് ഈ പെഹൽഗാമിലേക്ക് നടന്നു വരാൻ പറ്റിയ വഴിയാണിത്. കാരണം നമ്മൾ പോകുമ്പോൾ കുതിരപ്പുറത്തിലെ ആൾക്കാർ പോകുന്ന വഴിയിലാണ് കയറിയത്. പക്ഷേ ഇതാണ് ശരിക്കും നല്ല വഴി. എന്താണ് ഇത്, ഇങ്ങോട്ട് വരുന്ന ആളുകൾ ഇത് തിരഞ്ഞെടുക്കുകയായിരിക്കും നല്ലത്. നല്ല റോഡാണ്, അവിടെ നിന്ന് കണ്ട് നല്ല ഒരേ വീടുള്ള നടപ്പാതയാണുള്ളത്. സോ ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ വഴി അറിയില്ലായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അവിടെ നിന്നുള്ള കശ്മീരി ആളുകൾ പറഞ്ഞു തന്നുകൊണ്ട് ഞങ്ങൾ ഈ വഴിയിലാണ് വന്നത്. ഏതായാലും ഇനി വരികയാണെങ്കിൽ ഈ വഴിക്ക് ഞങ്ങൾ വരുള്ളൂ. ഇത് നേരെ നമ്മൾ യാത്ര പുറപ്പെട്ട പെഹൽഗാം മാർക്കറ്റിലാണ് അവസാനിക്കുന്നത്. ഒരു ഒച്ച വയ്ക്കുന്നുണ്ട്, എന്താ നോക്കട്ടെ. അയ്യോ, അവിടെ പൈപ്പ് ലീക്കിംഗ് ഉണ്ട്. പൈപ്പ് ലീക്കുള്ളത് പാറ വെച്ച് അടിച്ചതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല മഞ്ഞ്. ഇതാടാ മല, നോക്കടാ. അയ്യോ അയ്യോ, ഒരു കൂറ്റം മല മുമ്പിൽ. ഈ കാഴ്ചയൊന്നും ആദ്യം കൂടെ പോകുമ്പോൾ കാണുന്നില്ലല്ലോ. ഇവിടെ ഫോട്ടോ എടുക്കാനുള്ളൊരു പോയിന്റ് ഉണ്ട്, ഫോട്ടോ പോയിന്റ് ഉണ്ട്. ഇതാ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇതൊക്കെ എന്താ സംഭവം. ഇത് ഇതിൻ്റെ അപ്പുറത്ത് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടുത്തെ അവിടെയൊക്കെ നമുക്ക് തോന്നിയ വായിക്ക് നടക്കാൻ പറ്റില്ല. കറക്റ്റ് സുരക്ഷൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് ഇതാക്കാൻ പറ്റുള്ളൂ. അവിടെ ഇതൊക്കെയാണ് ഇവിടെ ചളിവിളി ഉണ്ട്. കുതിരകൾ പോയ ചളിവിളിയാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഒരു സ്ഥലമുണ്ട്. ആഹാ, അന്തസ് അന്തസ്. ഇരിക്കി. നമ്മൾ നടന്ന് വന്ന് ക്ഷീണിച്ച യാത്രക്കാർക്ക് ഇരുന്ന് കൊണ്ട് വെള്ളമൊക്കെ കുടിക്കാനായിട്ടുള്ള ഒരു സ്ഥലം. സത്യം പറഞ്ഞാൽ ഈ യാത്ര അഡ്വഞ്ചറസ് ആയിരുന്നു, നല്ല ഹാപ്പിനെസ് ആയിരുന്നു. തീർച്ചയായിട്ടും പ്രകൃതിയെ അറിഞ്ഞ്, കാശ്മീരിലെ പ്രകൃതി, മഞ്ഞല്ല, മറ്റൊരു ഫീല്, കാശ്മീരിൻ്റെ പച്ചപ്പും കാടും അതും ഇതൊക്കെ അറിഞ്ഞുള്ളൊരു യാത്ര. ഇതിലൂടെ ഒരുപാട് കുതിരക്കാർ വരുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ അവിടുന്ന് പോയ വഴി ഞങ്ങൾ കുറച്ചും കൂടി മുൻകൂട്ടി ഇതായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതുവഴി തന്നെ പോകാമായിരുന്നു. അയ്യോ, ഇതൊരു ഫോട്ടോ പോയിന്റ് ആട്ടോ. അവിടെ വെച്ചുകൊണ്ട് ആളുകൾ ഫോട്ടോ ഒരുപാട് എടുക്കുന്നുണ്ട്. ഇവിടുന്ന് കാശ്മീർ വാലി എന്നൊക്കെ പറയുന്നതാണ്. ഇവിടെ നല്ലൊരു ഫോട്ടോ പോയിന്റ് ആണ്. ഇവിടെ കുതിരകൾ നിർത്തി ആളുകൾ ഫോട്ടോ എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഈ ഒരു സഞ്ചാരത്തിനിടയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞത് ഫോട്ടോ ആയതുകൊണ്ട് ഇതിനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ യാത്ര ഭയങ്കര സാറ്റിസ്ഫൈഡ് ചെയ്ത യാത്രയാണ്. കാരണം ഞങ്ങൾ പോകുമ്പോൾ ഒരിക്കലും മടങ്ങേണ്ടി വരുമെന്നും, അതായത് നമുക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച ഒരു യാത്രയായിരുന്നു. ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. വളരെ നല്ല രീതിയിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ ഇറങ്ങാൻ പറ്റി. നന്നായി എൻജോയ് ചെയ്തു. അപ്പോൾ ഇത് ശരിക്കും
നല്ല സാറ്റിസ്ഫൈഡാണ്. ഇവിടെ വരുന്ന ആളുകൾക്ക് ഈ ഒരു വഴി തിരഞ്ഞെടുക്കാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു വഴി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാൻ ഓരോ സമയവും ഇനി ഒന്നും ഷൂട്ട് ചെയ്യണ്ട മതിയാക്കാമെന്ന് കരുതുമ്പോൾ, പക്ഷേ ഇതിൻ്റെ ബ്യൂട്ടിഫുൾ നമ്മൾ പോകുന്ന വഴിക്കുണ്ടാവും ഓരോ കാഴ്ചകളൊക്കെ നമ്മളങ്ങനെ കൊതിപ്പിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ യൂട്യൂബിൽ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് എത്തിക്കാന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് നിർത്തുന്നു പോട്ടെ എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ ഏതായാലും ഇതിൽ ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടിയേ മെമ്മറി കാർഡ് ഫുള്ളാവാനായി, അതുപോലെ ഇതും ബാറ്ററിയും കഴിയാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സമയം വരെ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. കാരണം നല്ല നല്ല അടിപൊളി ഇതിൽ കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്കൊക്കെ മലയാളികളൊക്കെ നമ്മളിവിടെ ഒരിക്കലെങ്കിലും വരണം, ഇത് എൻജോയ് ചെയ്യണം. ശരിക്ക് ഇനി ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വരും എന്നാണ് തീരുമാനിച്ചിട്ടാണ് ഇവിടെ മടങ്ങുന്നത്, കാശ്മീരിൽ നിന്ന്. കാരണം ഫാമിലി ആയിട്ട് വരുന്നത് അവർക്ക് ഇത് നമുക്ക് തന്നെ അത് ഭയങ്കര വണ്ടടിച്ച് നിൽക്കുകയാണ്. പിന്നെ അവർക്ക് എങ്ങനെയായാലും ഇതായിരിക്കും. മെയിനായിട്ട് ഈ ക്ലൈമറ്റ്, ഇപ്പോഴത്തെ ക്ലൈമറ്റ് സൂപ്പറാണ്. ഇവിടെ ഷീപ്പ് മേയ്ക്കുന്ന ഒരാളെ കണ്ടിട്ടോ, മൂപ്പര് ഷീപ്പാണ്. മിൽക്ക് കിട്ടോ? മിൽക്ക് ഷീപ്പ് മിൽക്ക് എന്താണ്? പാനി വേണം. ബിസ്ക്കറ്റ് ഇല്ലേ? അതിന് കൊടുക്കാനാണ് കൊടുക്കും. അയാൾക്കില്ല, വിശക്കുന്നില്ലേ? എന്തൊക്കെ ജീവിതങ്ങളാലോ. വെള്ളം വേണം കുറച്ച്. ഓ ഫുൾ ഇയാളുണ്ടാവൂലേ ഈ ചെമ്മരിയാടൊക്കെ? മക്കളെ ചെമ്മരിയാടിനെ കണ്ടിട്ടില്ല എന്ന് പറയണ്ട. ഇതാണ് ചെമ്മരിയാട്. ഇതിന്റെ മുതലാളിയാണ് അവിടെ കിടക്കുന്നത്, അവിടെ ഉള്ളത്. വളരെ നല്ലൊരു മനുഷ്യന്. ഇതാണ് ഇവരുടെ ചെമ്മരിയാടിൻ കൂട്ടെന്താ. എന്റെ മോനെ, ഇതാണ് ഇതില് ഗർഭിണികളെ കണ്ടിട്ടോ. ഇത് എല്ലാം വയറ് ഇങ്ങനെ തന്നെയാണോ? നല്ല വയറുള്ളതുണ്ടല്ലോ, കൊമ്പുള്ളതുണ്ട്. മറ്റേ ആളെ ചെമ്മരിയാട് ഈ ചെമ്മരിയാടൻ കൂട്ടത്തിൽ വന്നപ്പോൾ മൂപ്പര് അതിനെ ബ്ലോക്ക് ചെയ്യണം. എങ്ങനെയാണ് അവരിത് മനസ്സിലാക്കുന്നറിയില്ല. ഇതാണ് അവർ പറഞ്ഞ ചെമ്മരിയാടിൻ്റെ മേയ്ക്കുന്ന ആൾ പറഞ്ഞ മാർക്കറ്റിലേക്കുള്ള ഷോർട്ട് കട്ട്. ഇതാ ഇവിടുന്ന് ഇടതുവശത്തേക്ക് തിരിയാണ് കേട്ടോ. ഇത് നേരെ മാർക്കറ്റിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. വയ്യോ കടി. ഇതിലൂടെ കുതിരകളും ചെമ്മരിയാടുകളും മനുഷ്യന്മാരും ഒക്കെ നടന്ന് വഴിയൊക്കെ ആകെ വെറൈറ്റി ആയിട്ടുണ്ട്. തണുപ്പ് കൂടിയടാ. ഈവനിങ് ഇപ്പോൾ ഇവിടെ 4 മണിയായി സമയം. അപ്പോൾ തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. കയ്യിൻ്റെ ഇതാ ഇവിടേക്ക് ഇങ്ങനെ വിറക്കുന്നുണ്ട്. എന്നാലും ഒരിക്കലും മറക്കാനാകാത്തതാ. ഇവിടൊക്കെ ഉണ്ട് കേട്ടോ ആടുകൾ. ഇതാണ് ഇവരുടെ ഒരു ഏരിയയാണ്. ഇവിടേക്കൊക്കെ ഉണ്ട് ആടുകൾ. നല്ല രസമുണ്ട്. ഇവിടുത്തെ ഗ്രാമീണരുടെ ഒരു നിഷ്കളങ്കത, ആ ഒരു ഭയങ്കര രസം ഇതൊക്കെയാണ്. ഇവിടെ ചളിയില്ലല്ലേ, നല്ല വഴി. ഇത്ര പെട്ടെന്ന് നമ്മൾ അവിടുന്ന് ഇറക്കങ്ങോട്ട് ഇറങ്ങിയായിരുന്നു. ഇതൊക്കെ കയറ്റാതുണ്ടെങ്കിൽ ഓർക്കാൻ വയ്യ. ഏത് വഴിയിലൂടെയും പോവാം, എല്ലാം വഴിയാണ് ഇവിടെ. എന്താല്ലേ സ്വർഗീയമായ സ്ഥലങ്ങൾ. ഒരു മനുഷ്യനുമില്ല. പൊളി പൊളി.
नीरज के लिए करा नीरज थक गया ना दुनिया में अगर मुकद्दर അഡിഡാസിന്റെ ഷൂ ഒക്കെ എപ്പോഴാണ് കൊണ്ടുവരാണ് ആ ഗ്രിപ്പ് കുതിരകളെ ഇയാളെ ഫോളോ ചെയ്യാം ഇവിടെ വെച്ച് ചളിയും ഉള്ളത് നേരെ റോട്ടിലേക്കാണ് പോകുന്നത്. തേക്കാൻ സാധ്യത കൂടുതലാണ്. വെള്ളം ഉണ്ട്. ഇവിടെ വെച്ച് അവിടുന്ന് വരണം അരുവിയൊക്കെ ഈവ. ഞങ്ങളെ ഇവിടേക്കുള്ള യാത്ര പഹൽഗാമിലേക്കുള്ള ഈ ഒരു യാത്ര കംപ്ലീറ്റ് ആക്കി. ലോഡാർ ഫോറസ്റ്റ് ഡിവിഷൻ ബിജ്ബാര ഇതിൻ്റെ കീഴിലുള്ള ഒരു ഫോറസ്റ്റ് ഡിവിഷനിലൂടെ നമ്മൾ ഇതുവരെ തന്നെ നടന്നു വന്നത്. നമ്മളിപ്പോൾ മെയിൻ റോഡിലെത്തി. ഇനി അല്പം താമസിയാതെ അവിടുന്ന് മാർക്കറ്റ് കാണുന്നുണ്ട്, വാഹനങ്ങളൊക്കെ പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ അവിടെ പോയി വന്ന് സ്വിറ്റ്സർലൻഡ് വാലി പോയി വന്ന കാഴ്ചകളാണ് ഇതിലുണ്ടായിരുന്നത്. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് നല്ലതായിരിക്കും.